കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞ് ചെസ്റ്റ് ഭയങ്കര വേദനയാണ് ഡോക്ടറെ. ഒരാഴ്ചയായിട്ട് ഭയങ്കര വേദനയാണ്. എക്സ്റേ എടുത്ത് നോക്കി, ECG എടുത്ത് നോക്കി, ഹാർട്ട് അറ്റാക്ക് ആണോ നോക്കി, എല്ലാം നോർമലാണ്. പക്ഷേ വേദന മാറുന്നില്ല. വേദന സംഹാരികൾ കഴിച്ചാൽ ഒരു എഫക്റ്റും ഇല്ല. അതാണ് ഉറങ്ങാൻ പോലും പറ്റുന്നത്. സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള വേദനയാണ്. എന്തായിരിക്കും? അപ്പോൾ നമ്മൾ നോക്കി, അത് പതുക്കെ നമ്മളൊന്ന് പൊക്കി നോക്കി, അവരുടെ ഡ്രസ്സൊന്ന് അഴിച്ച് നോക്കിയപ്പോൾ അവിടെ എല്ലാം ചുമന്ന കുത്തുകളുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് അത് ശ്രദ്ധിച്ചിട്ടില്ല. പേഷ്യൻ്റ് വേദന മാത്രമേ അറിയത്തുള്ളൂ. അത് നോക്കിയപ്പോൾ അവിടെ ആ കുത്തുകളുണ്ട്. ആ കുത്തുകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഹെർപ്പിസ് സോസ്റ്റർ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന ഒരു വിശർപ്പൻ എന്നൊക്കെ വിളിക്കും. വിശർപ്പൻ എന്നാണ് സാധാരണ ഇവിടെയൊക്കെ വിളിക്കുന്നത്. ഇത് ആർത്രൈറ്റിസ് രോഗികൾ 1 മുതൽ 4% ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. 100 പേർക്ക് ഉണ്ടെങ്കിൽ 4-5% ആളുകൾക്ക് ഒരു വർഷത്തിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹെർപ്പിസ് സോസ്റ്റർ എന്നാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണം? ഇതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സാധാരണ നമുക്കറിയാം ചിക്കൻ പോക്സ് നമുക്കറിയാം. ചിക്കൻ പോക്സ് നമ്മുടെ ശരീരത്തിലെല്ലാം കുമിളകൾ വരുന്ന ഒരു വാരിസെല്ല സോസ്റ്റർ എന്നൊക്കെ വിളിക്കും. വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ചിക്കൻ പോക്സ് നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ വളരെ 60-70% ആളുകൾക്കെങ്കിലും എപ്പോഴെങ്കിലും വന്നു പോയിട്ടുള്ളൊരു അസുഖമാണ്. ഈ ചിക്കൻ പോക്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറസ് ഞരമ്പുകളിൽ പോയി ഒളിച്ചിരിക്കും. എവിടെയാണ്? സ്പൈനൽ കോഡിൽ പോയിട്ട് ഇത് ഒളിച്ചിരിക്കും. അതിൻ്റെ ഒരു അംശം അവിടെ ബാക്കി കാണും. പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ടിരിക്കുമ്പോൾ ഈ വൈറസിനെ അത് അവിടെ അടക്കിയിരുത്തും. അത് വൈറസിന് ആ ഞരമ്പിലൂടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ വാതരോഗികൾക്ക്, എസ്പെഷ്യലി ഇമ്മ്യൂണോ സപ്രസൻ്റ് മരുന്ന് കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു ഇൻഫെക്ഷൻ വന്നു, അത് കഴിഞ്ഞ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് പറ്റും? ഈ നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡിയിലെ ഞരമ്പുകളിൽ ഇത് റീആക്ടിവേറ്റഡ് ആകും. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി, പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസീവ് മരുന്ന് കഴിക്കുമ്പോഴോ ഇത് വീക്കാവും. വീക്കായി കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഞരമ്പിലൂടെ ഈ വൈറസ് വന്ന് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഞരമ്പുകളിലൂടെ, നെർവിലൂടെ ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആകും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആകും. അല്ലെങ്കിൽ അത് മുഖത്ത് വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ തുടയിൽ വരാം, ബാക്കിൽ വരാം, വയറിൽ വരാം, എവിടെ വേണേൽ വരാം. അപ്പോൾ ഒരു ഡെർമറ്റോം എന്ന് വെച്ചാൽ ഒരു ഞരമ്പ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഡയറക്ഷനായിരിക്കും. അപ്പോൾ ഒരു വര വരച്ച പോലെ ഒരു ട്രയാങ്കിളിൽ ആയിരിക്കും ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അത് സൂചി കുത്തുന്ന പോലെ ഭയങ്കര പെയിൻ ആയിരിക്കും ആ ഏരിയയിൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മുളകരച്ച് തേച്ച പോലെയുള്ള പെയിൻ, ന്യൂറോപ്പതിക് പെയിൻ, അത് ഞരമ്പിൻ്റെ വേദനയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കിയാലോ, ECG എടുത്ത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആണോ, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കിൻ്റെ പ്രോബ്ലം ആണോ, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, പലപ്പോഴും മുഖത്തൊക്കെ വരാറുണ്ട്. മുഖത്ത് വരുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അത് എന്തെങ്കിലും ഒരു പല്ലിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്ന് വിചാരിക്കും. ഭയങ്കര വേദനയായിരിക്കും, ഉറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അവിടെ ചുമന്ന കുരുക്കൾ വരും. ചുമന്ന കുരുക്കുമ്പോൾ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത് എന്താണ് ഇത് ഹെർപ്പിസ് സോസ്റ്റർ ആണെന്ന്. അപ്പോൾ വേദന വന്നിട്ട് 2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോഴായിരിക്കും ചുമന്ന കുത്തുകൾ പോലെ വരുന്നത്. ചെറിയ കുമളകളായിരിക്കും വരുന്നത്. കുത്തല്ല, ചെറിയ കുമളകൾ, നമ്മൾ ചിക്കൻ ബോക്സിൻ്റെ കുമളകളില്ലേ, അതുപോലെ കുമളകളായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റേജ് തന്നെ വന്ന് കുമളകൾ കണ്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ മരുന്ന് കഴിക്കണം. വാൽസൈക്ലോവർ, അസൈക്ലോവർ തുടങ്ങിയ മരുന്നുകളാണ് ഇതിന് കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് പെട്ടെന്ന് ഇത് കുറയും. അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഈ ഞരമ്പിൽ ഇത് നിൽക്കുന്നതുകൊണ്ട്, ഈ വേദന നിൽക്കുന്നതുകൊണ്ട് പോസ്റ്റ് ഹെർപ്പിറ്റിക് ന്യൂറാൾജി, അതായത് ഹെർപ്പിസ് വന്ന് മാറിക്കഴിഞ്ഞാലും കുറേ ദിവസത്തേക്ക് അത് സിവിയർ പെയിൻ അവിടെ നിൽക്കും. അത് പിന്നെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പ്രിഗബാലിൻ പോലുള്ള മരുന്നുകളോ, ഞരമ്പുകളെ പതുക്കെ തണുപ്പിക്കുന്ന മരുന്നുകളോ, അമിട്രിപ്ലിൻ തുടങ്ങിയ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറത്തുള്ളൂ. അപ്പോൾ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്നത് വാതരോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. വീണ്ടും അത് റീആക്ടിവേറ്റ് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇമ്മ്യൂൺ സപ്രസൻ്റ് മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇമ്മ്യൂണിറ്റി താത്തുന്ന മരുന്നുകളാണല്ലോ ഇതിൽ കൊടുക്കുന്നത്. അതെങ്ങനെയുള്ളവർക്കാണ് വരുന്നത്? എസ്പെഷ്യലി നമ്മുടെ ടൊഫാസെറ്റിനിബ്, ഉപ്പഡാസെറ്റിനിബ് തുടങ്ങിയ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടല്ലോ, ആ മരുന്ന് കഴിക്കുന്നവർക്കാണ് ഒരു 100 പേരിൽ 2% മുതൽ 3% ആളുകൾക്ക് ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയാണ് നമ്മൾ നോക്കുക. എവിടെ വേദന വരുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ മുഖത്ത് വരാം, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ നടുവിൻ്റെ ഇവിടെ നിന്ന് വയറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വരാം. അങ്ങനെ എവിടെയെങ്കിലും ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഇത് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറോട് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ കുമളകളുണ്ടെങ്കിൽ ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ നേരത്തെ ചിക്കൻ പോക്സ് വന്നവർക്ക് മാത്രമേ ഇത് വരത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇത് വരില്ല. പിന്നെ ഇത് വരാതിരിക്കാനായിട്ടൊരു വാക്സിൻ ഉണ്ട്. ഷിങ്കറിക്സ് എന്ന് പറഞ്ഞൊരു വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഇത് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എസ്പെഷ്യലി 60 വയസ്സ് കഴിഞ്ഞവർക്ക്, ഇത് നേരത്തെ ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്, ഈ ടൊഫാസിനെ പോലുള്ള ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഷിങ്കറിക്സ് വാക്സിൻ എടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം അത് ഷിംഗിൾസ് വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ഈ വാക്സിൻ്റെ വില കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, 20,000 രൂപ അടുപ്പിച്ചാകും. അതുകൊണ്ട് നമ്മൾ കോമൺലി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അഫോർഡബിൾ ആണെങ്കിൽ ഈ എസ്പെഷ്യലി ടൊഫാസിറ്റിബും അല്ലെങ്കിൽ ഉപ്പഡാസിറ്റിബും കഴിക്കുന്നവർ ഈ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് വേദന ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തു, ECG എടുത്തു, അതെല്ലാം നോർമൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു
കുമളകളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഡോക്ടർ ഇത് പറയുക. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക, ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങൾ റൊമറ്റോളജിസ്റ്റിനെ കാണുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരാഴ്ചയോളം നമ്മുടെ ഇമ്മ്യൂണോ സപ്രസിൻ്റെ മരുന്നുകൾ നിർത്തിവെക്കണം. കാരണം അപ്പോഴാണ് ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി ബൂസ്റ്റായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യത്തുള്ളൂ. 2, ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇതിന് ഗുളികൾ അവൈലബിൾ ആണ്. ആ ഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 7 to 10 days കൊണ്ട് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് ആ ഞരമ്പിൽ വേദന നിലനിൽക്കുകയും ചെയ്യും.